നമസ്കാരം. അമൃത. കൊണ്ടൽ എൻ്റെ നാടുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അഞ്ചിയങ്ങ് മാമ്പള്ളി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി വളരെയധികം ഇമോഷണലി ഒക്കെ കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. കാരണം അവിടുത്തെ ഫിഷർമാൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ കടൽ കയറുന്ന ഒരു പ്രശ്നം എടുത്താലും പ്രോപ്പറായിട്ടല്ലാതെ ഉള്ളൊരു കൺസ്ട്രക്ഷൻ കാരണം, പുലിമുട്ട് നിർമ്മാണത്തിലുള്ള അപാകതകൾ കാരണം ഇന്ന് ആ കര തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട് ഈ അഞ്ചിയങ്ങ് എന്ന് പറയുന്ന പ്രദേശത്തിന്. അപ്പോൾ അത്തരത്തിൽ ഈ സംഭവങ്ങളൊക്കെ നേരിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ സിനിമ എന്നെ വളരെ ഹൃദയസ്പർശിയായിട്ട് സ്വാധീനിച്ചു എന്ന് പറയാം. അപ്പോൾ ആന്റണി വർഗീസ് പെപ്പെ എന്ന് പറയുന്ന ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ക്വിൻ്റൽ ഇടി ശരിക്കും സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു ആക്ഷൻ ത്രില്ലർ സിനിമയ്ക്കകത്ത് ഇത്രയും മനോഹരമായിട്ട് ആ നാടിൻ്റെ പ്രശ്നങ്ങളെ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ്, അതിന് ഹാറ്റ്സ് ഓഫ് ഡയറക്ടർ അജിത് മാമ്പള്ളി. എനിക്ക് അദ്ദേഹത്തിന് നേരിട്ട് പരിചയമൊന്നുമില്ല, പക്ഷേ എങ്കിലും എൻ്റെ പല സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തെ നേരിട്ട് അറിയാം. ഈ സിനിമ തുടങ്ങി ഒരു ആവറേജ് പേസിലാണ് ഈ സിനിമ പോണതെങ്കിലും, അതായത് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ ഉള്ള ശരിക്കും എല്ലാം റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അവിടെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് ആൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഒരു കഥാപാത്രത്തിന്, അതിനൊക്കെ പ്രതിരോധം തീർക്കുന്ന ഒരു കഥാപാത്രത്തിനെ നന്നായിട്ട് മോൾഡ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന്, അതായത് ആ പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്നതിനിടയിലൂടെയാണ് ഈ കഥാപാത്രത്തിനെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് റെൻഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലിൻ്റെ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ആ സിനിമകളൊന്നും ഡിസ്കസ് ചെയ്തൊരു ഫോർമാറ്റേ അല്ല ഇത്. പ്യുവർ ഒരു റോ ഫോമാറ്റിലാണ് ഈ സിനിമ. റോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അങ്കമാലി ഡയറീസ് ഒക്കെ പോലെ ഉള്ളൊരു പക്ക റോ ഫോമാറ്റ്. എത്രത്തോളം കഠിനമാണ് കടലിലെ ലൈഫ്, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഒരു ദിനചര്യ എങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് ഈ സിനിമയ്ക്കകത്ത് അത് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ നമുക്ക് ആ ഒരു റോ ഡോക്യുമെൻ്ററി കണ്ടുകൊണ്ടിരിക്കുന്നത് പോലുള്ളൊരു ഇമ്മേഴ്സീവ് എഫക്റ്റ് ഈ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സാം CS ആണ് ചെയ്തിരിക്കുന്നത്. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പ്രത്യേകിച്ച് കടലിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടോൺ പിടിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂഷ്വൽ ഭയങ്കര ഗംഭീരമായിട്ടുള്ള മ്യൂസിക് ചെയ്തു വെക്കുന്നതിൽ കാര്യമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഒരു കടലിൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെയൊക്കെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുള്ളി അദ്ദേഹം ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആക്ഷൻ സീക്വൻസിൽ വരുന്ന സ്കോർസ് ആയിരുന്നു, അതെല്ലാം ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ആക്ഷൻ പോലും ചെയ്തിരിക്കുന്നത് ആ കടലിൻ്റെ ബോട്ടിലൊക്കെ വെച്ച് നടക്കുന്ന ഫൈറ്റുകളാണ്. അപ്പോൾ അതിനകത്ത് എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് അത് ചിത്രീകരിക്കാൻ പറ്റും അത്രത്തോളം അത് റിയലിസ്റ്റിക് ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ ഞാൻ പറയാറുള്ളത്, തുടക്കം മുതൽ അവസാനം വരെ നമ്മളങ്ങനെ ഡിസ്കണക്ട് ആകാതെ ഇരുന്ന് കാണുന്ന ഒരു എഫക്റ്റ്, അത് ഒരു ഡയറക്ടോറിയൽ സ്കില്ലാണ്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ തിരക്കഥയുടെ ഒരു പവറാണ്. അതെല്ലാം ഇതിനകത്ത് നന്നായിട്ട്, അത് തിരക്കഥ ഈ അജിത് മാമ്പള്ളിയും പിന്നെ ഒരു രണ്ടുപേരും കൂടെ ചേർന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റും ആ ഒരു ഡയറക്ഷനും റൈറ്റപ്പും എല്ലാം കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സിങ്ക് ആയിട്ടുണ്ട്. രാജ് പി ഷെട്ടിനെ അത്രത്തോളം നമുക്കങ്ങ് അദ്ദേഹത്തിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിലുള്ള കുറവല്ല, അത് ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അത് എവിടെയൊക്കെയോ ഒന്ന് മിസ് ചെയ്ത്. കാരണം അദ്ദേഹത്തിൻ്റെ കന്നഡ സിനിമകൾ കാണുമ്പോൾ അറിയാം, അതിനകത്തൊക്കെ ഒരു സ്ലോ ടെമ്പോയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോ മാനറിസംസ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് പേസിലായപ്പോഴത്തേക്ക് എവിടെയൊക്കെ കുറച്ചൊരു ചെറിയ ഒരു ന്യൂനതകളെന്ന് പറയല്ല, പക്ഷേ എങ്കിലും അത് മാത്രമാണ് എവിടെയൊക്കെ ഒരു മിസ്മാച്ച്. അത് ആ ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അത് രാജ് പി ഷെട്ടിയുടെ മലയാളത്തിൽ അദ്ദേഹം വന്ന് അഭിനയിക്കുന്ന പല സിനിമകൾ എടുത്താലും ആ ഒരു റിയൽ രാജ് പി ഷെട്ടി എസെൻസ് നമുക്ക് പല മലയാള സിനിമകളിലും കിട്ടാറില്ല. അതിൻ്റേതായിട്ടുള്ളൊരു എവിടെയൊക്കെയോ ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്തു. പിന്നെ അവസാനം ക്ലൈമാക്സ് ഒക്കെ എത്താറായപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ ഹൗസ് അത്രയും ഗംഭീര പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ, എത്രത്തോളം പൈസ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണെന്നുള്ളത് അവസാനം വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് അവസാനത്തെ പാർട്ടുകളൊക്കെ. അത് VFX ഒക്കെ ആയിരുന്നാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് സിനിമയെ ലെങ്തി ആക്കുന്ന പോലെ തോന്നി. കാരണം അതുവരെ ആ സിനിമ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു റിയലിസ്റ്റിക് റോ ഫോമാറ്റിനെ കുറച്ചൊന്ന് ആർട്ടിഫിഷ്യൽ ആക്കി കണക്കൊക്കെ എവിടെയൊക്കെ ഫീൽ ചെയ്ത്. എങ്കിലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് VFX ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. കാരണം എൻ്റെ നാട്ടുകാരൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് and thank you for supporting me.